ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ആയിട്ട് ഏകദേശം 1 month ആയില്ലോ. 1 month ആയി ഞങ്ങൾ, പക്ഷേ വീടിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയില്ല. ടൈം കിട്ടിയിട്ടില്ല. ദിയ ഫ്ലവേഴ്സ് ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കപ്പിളാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവരുടെ തുടക്ക കാലഘട്ടങ്ങളിൽ മാച്ചിങ് ഔട്ട്ഫിറ്റ്സ് എല്ലാം ധരിച്ചുകൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്സും റീൽസും ആണ് അപ്ലോഡ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവർ കൂടുതലായിട്ടും ചെയ്യുന്നത് ഫാമിലി വ്ലോഗാണ്. ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. നമുക്ക് ആ വീട് പറയുമ്പോൾ സെറ്റായി വന്നതാണ്. സെറ്റ് ചെയ്തിട്ടില്ല, അതിപ്പോ തന്നെ പറയാം. ചിലപ്പോ നിങ്ങൾക്ക് വീടൊക്കെ കാണുമ്പോ എന്തോ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ അങ്ങനെ ഇട്ടിരിക്കുന്നൊക്കെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചുകൂടെ എന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പറയുന്നത് വീട് ഫുൾ അലങ്കോലമായിരിക്കും. ഞങ്ങളൊന്ന് സെറ്റ് യൂട്യൂബിലെല്ലാം ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരുടെ ഒരു പ്രധാന കോണ്ടന്റ് ആണല്ലോ ഈ ഹോം ടൂർ എന്ന് പറയുന്നത്. പുതിയ വാടക വീട്ടിലോട്ട് മാറിയാലോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു പുതിയ വീട് വെച്ചാലോ എല്ലാം പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് തന്നെയാണ് ഹോം ടൂർ എന്ന് പറയുന്നത്. ഇവരും പുതിയ ഒരു വാടക വീട്ടിലേക്ക് മാറിയിട്ട് ഏകദേശം 1 മാസമായി. അതുകൊണ്ട് തന്നെ പുതിയ വാടക വീടിന്റെ ഹോം ടൂർ കാണിച്ചു തരാം, അല്ലെങ്കിൽ അതാണ് കാണിക്കാൻ പോകുന്നത് എന്നാണ് ഇവർ ഇൻട്രൊഡക്ഷൻ ആയി പറഞ്ഞു വെക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഇവർ ആഡ് ചെയ്യുന്നത് എന്താണെന്നാൽ, നിങ്ങൾ ആരും ഈ ഹോം ടൂർ കണ്ടിട്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യരുത്. 1 മാസമായി മാറി എങ്കിൽ പോലും ഞങ്ങൾക്ക് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് സെറ്റ് ആകാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് തുണികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസോ ഒക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ടാവും. അത് കണ്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഒരാമുഖമായി ഇവർ പറഞ്ഞു വെക്കുന്നത്. ഫ്രണ്ട് സിറ്റ് ഔട്ട് എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു കീഴില് ഇതൊന്നും ഇതൊക്കെ കിടക്കണ്. ആരും ഒന്നും വിചാരിക്കരുത്. മൂന്നാമത്തെ റൂമാണ്. ഇവിടെ ടോട്ടൽ 3 റൂമാണ് ഉള്ളത്. അതെ, മൂന്നാമത്തെ റൂം നോക്കുക വേണ്ട, റൂമായിട്ട് തോന്നില്ല. ഇതാണ് മൊത്തം. ഇവിടെ അതായത് എന്ത് ചെയ്ത് വെച്ചാല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഒതുക്കാന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ എല്ലാവിടെയും അലങ്കോലമായി കിടക്കുമല്ലോ അവ. അപ്പൊ അതുകൊണ്ട് കുറേ സംഭവങ്ങൾ, ഡ്രസ്സുകളാണെങ്കിലും കുറേ സാധനങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം ചേഞ്ച് ചെയ്യാനുണ്ട്. ആമുഖമായി അങ്ങനെ പറഞ്ഞു വെച്ചാലും ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു വീടിന്റെ ഹോം ടൂർ ആണ് അവർ കാണിക്കാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിയാണ്, അവർക്ക് വളരെ ചെറിയ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ പുറകെ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയില്ല എങ്കിൽ പോലും ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ബേസ് ക്വാളിറ്റിയോ ഒരു ബേസ് ക്ലീനിനെസ്സോ മെയിൻറ്റെയിൻ ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ലേ ലേബേഴ്സിനോട് ചെയ്യുന്ന ഒരു മാന്യത എന്ന് പറയുന്നത്. ശരിയാണ്, ഇവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഞങ്ങളെ ഇത് കണ്ടാരും ജഡ്ജ് ചെയ്യരുതെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ആൾക്കാർ ജഡ്ജ് ചെയ്തു പോകും. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പ്രധാനപ്പെട്ട വർക്കുകൾ ചെയ്യാനുണ്ട് എന്നുള്ളതൊന്നും ഒരു വീട് ഇത്ര അലങ്കോലമാക്കി വെക്കാനുള്ള എക്സ്ക്യൂസ് ആണ് എന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്നോ ഇന്നലെയോ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നതല്ല. ഇവർ തന്നെ ഇവരുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് ഏകദേശം 1 മാസമായി ആദ്യത്തെ മാസത്തെ വാടകയും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതായത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് 1 മാസമായി. ആ 1 മാസമായിട്ട് ആ വീടൊന്നും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മിനിമം ക്ലെൻലിനെസ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി ഇട്ടിരിക്കുകയാണ് എന്നുള്ളത് ഏത് എക്സ്ക്യൂസസ് വെച്ച് ടാലി ചെയ്യാൻ നോക്കിയാലും ടാലി ആവുമെന്ന് തോന്നുന്നില്ല, അല്ലെ? ദിയ തന്നെ പറയുന്നുണ്ട് ഈ 3ാമത്തെ ബെഡ്റൂമിലേക്ക് നോക്കുകയേ വേണ്ട, അതൊരു ബെഡ്റൂം ആണെന്ന് തോന്നുക പോലും ഇല്ല. പക്ഷെ എങ്കിലും ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ അപ്ലോഡ് ചെയ്യണം തോന്നുന്നു അപ്പൊ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അല്ലാതെ ഇതിൽ നിങ്ങളെ എന്തുകൊണ്ട് ഹോം ടൂർ വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിനുവേണ്ടി ഫൈൻ അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാനോ ഒന്നും ഒരു നിയമവും ഒരു കോടതിയും വരില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ രണ്ടുപേരും വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. അതൊരു തെറ്റല്ല. ഇവർക്ക് യൂട്യൂബിനെ പെർമനന്റ് ആയിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയധികം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ള യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇവരുടേത്. ഏകദേശം 51 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള വരുമാനം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഓൺസൈറ്റ് ജോബോ അല്ലെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു 9 to 5 ജോബോ ഒന്നുമല്ല നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മിനിമം ക്ലെൻലിനെസ് ആ വീട്ടിൽ പാലിക്കാം എന്നൊരു ചെറിയ സജഷൻ തരുന്നു എന്ന് മാത്രം. നെക്സ്റ്റ് ഇതൊരു ഡൈനിങ് ആണ്. ഇവിടെയും അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ്. ഒന്നും വാഷ് ചെയ്തിട്ടില്ല. ഇവിടെ പിന്നെ നമ്മൾ മിക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ചോറെടുക്കും അവിടെ ഇവിടെ. ഡൈനിങ് ഏരിയ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അത് എത്രയും മോശമാക്കി ഇടാവോ അത്രയും മോശമാക്കി ഇടണം എന്നാണോ അതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ല. 1 മാസമായിട്ട് വീട് ഷിഫ്റ്റ് ചെയ്ത് റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മനുഷ്യരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മുമ്പിലേക്ക് ഒരു ഹോം ടൂർ വീഡിയോ
അപ്ലോഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട മിനിമം കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ വീഡിയോ ആണ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ്, നിങ്ങൾക്ക് എന്തും അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അത് കണ്ടാൽ മതി. എങ്കിൽ പോലും നിങ്ങൾക്ക് ഹോം ടൂർ എന്നുള്ള പേര് മാറ്റി മാസമായി പുതിയ വാടക വീട്ടിലേക്ക് മാറിയിട്ട് ഇതുവരെ തീരാത്ത പണികൾ അല്ലെങ്കിൽ ഇനിയും അടുക്കി തീരാത്ത തുണിത്തരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു. അല്ലാതെ ഹോം ടൂർ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഹോമിന്റെ ഒരു മൂല പോലും കാണാൻ പറ്റാത്ത രീതിയിൽ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഹോം ടൂർ കാണിച്ചു കൊടുക്കുന്നത് വളരെ ഖേദകരമാണ് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ വീട്ടിൽ ഹോം ടൂർ എന്ന പേരിൽ ഒരു വീഡിയോ പങ്കുവെക്കുമ്പോൾ ഹോമിന്റെ എന്തെങ്കിലും ഒരു പാർട്സ് കാണാൻ പറ്റണ്ടേ? കസേരകളിൽ നോക്കിയാൽ തുണികളാണ്, കട്ടിലിൽ നോക്കിയാൽ തുണികളാണ്, നിലത്ത് നോക്കിയാൽ മറ്റെന്തൊക്കെയോ സാധനങ്ങളാണ്. അതുകൊണ്ട് ഹോം ടൂർ എന്നല്ല, ഇതുവരെ തീരാത്ത അല്ലെങ്കിൽ ചെയ്തു തീരാത്ത പണികൾ എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് വേണമായിരുന്നു നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അത്രയും ഒരു മിനിമം മാന്യത അല്ലെങ്കിൽ ഒരു മിനിമം കോർട്ടസി എങ്കിലും സബ്സ്ക്രൈബേഴ്സിനോട് കാണിക്കാമായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ഒരു മാസമായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായ കുറെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും അടുക്കിപ്പെറുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 1, 2, 3 മാസം കഴിഞ്ഞ് ഹോം ടൂർ വീഡിയോ ഇട്ടാൽ മതി. ആരാണ് നിങ്ങളുടെ പുറകെ നടന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഹോം ടൂർ വീഡിയോ ഇടുക, ഹോം ടൂർ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത്? ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഹോം ടൂർ വീഡിയോ ഇട്ടതല്ലേ? അപ്പോൾ അങ്ങനെ പബ്ലിക്കിലേക്ക് ഒരു വീഡിയോ പങ്കുവെക്കുകയാണെങ്കിൽ അതിന് താഴെ വരുന്ന കമന്റ്സും അല്ലെങ്കിൽ അതിനെതിരെ വരുന്ന ക്രിറ്റിസിസങ്ങളും അതിന്റെ ഒപ്പീനിയൻസും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും മാന്യമായ കാര്യം. അല്ലാതെ ഇൻട്രൊഡക്ഷനിൽ വന്നിട്ട് നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യരുത്, ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല, ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ ഒരു ടൈം കഴിഞ്ഞ് ഉറക്കം വരും. അതായത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്കാണ് ചിങ്കടവും ഞാനും എണിച്ചത്. അതായത് 3 മണി പറയുമ്പോ വൈകുന്നേരം 3 മണി. വൈകുന്നേരം 3 മണിക്കാണ് എണിച്ചത്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പുറത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്, മേടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 4-5 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രിയാവും. വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം 3 മണിയാകുമ്പോഴാണ് ഞാനും കുഞ്ഞും എണീറ്റത്. അങ്ങനെ 3 മണിയാകുമ്പോൾ എണീറ്റത് കൊണ്ട് തന്നെ പുറത്ത് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് വെളിയിൽ പോകണമെങ്കിൽ വൈകുന്നേരം 3 മണിക്ക് എണീറ്റ് ഞങ്ങൾ റെഡിയായി പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഒരു 6 മണി 7 മണിയാവും. പിന്നെ രാത്രിയാവും. പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീട് ഇങ്ങനെ കിടക്കുന്നത് എന്നാണ്. മനോഹരമായ എക്സ്ക്യൂസ് ആണ് സബ്സ്ക്രൈബേഴ്സിന് മുമ്പിലോട്ട് പറയുന്നത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ എക്സ്ക്യൂസസ് എല്ലാം പറഞ്ഞ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാതിരുന്നാ പോരെ? നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരുക്കി വൃത്തിയാക്കി വെച്ച് എക്സ്ക്യൂസസ് ഒന്നും പറയേണ്ടാത്ത സ്റ്റേജിലാക്കി ഒരു വീഡിയോ ഒന്ന് എടുത്ത് അപ്ലോഡ് ചെയ്താൽ പോരായിരുന്നോ? വളരെ തിടുക്കം കാട്ടി പെട്ടെന്ന് ചടപടയുന്ന ഒരു വീഡിയോ എടുത്ത് അപ്ലോഡും ചെയ്ത് പിന്നെ കുറെ എക്സ്ക്യൂസസ് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിയാണ്, ഇനി കുഞ്ഞ് രാത്രിയിൽ ഉറങ്ങാത്തത് കൊണ്ട് കുഞ്ഞും അമ്മയും കൂടി പകൽ ഉറങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഫവാസ് രാവിലെ എല്ലാം എണീക്കുന്നതാണെന്നുണ്ടെങ്കിൽ തുണികൾ അടുക്കിപ്പെറുക്കാനോ സാധനങ്ങൾ അടുക്കിപ്പെറുക്കാനോ വീട്ടിലെ ആണുങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാം. അതിനകത്ത് തെറ്റോ അല്ലെങ്കിൽ അതിനകത്ത് മാന്യത കുറവൊന്നും കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വീഡിയോയ്ക്കകത്ത് പലയിടത്തായിട്ട് പറയുന്നുണ്ട് ഫവാസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബേബിയാണ് ഇതൊക്കെ എടുത്ത് ചെയ്യാറ്, വാവച്ചിനെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നൊക്കെ ഫവാസ് പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ആ വീട് കണ്ടാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊന്നും തോന്നാറില്ല. അടുക്കള മാത്രം കുറച്ച് വൃത്തിയോടെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കാം അതൊരു പരിധി വരെ വൃത്തിയായിട്ട് കിടക്കുന്നത്. ബാക്കി ഒരു മുറിയിലോട്ടും ഹോം ടൂർ എന്നൊരു പരിഗണന വെച്ചോ ഹോം ടൂർ എന്നൊരു കൺസെപ്റ്റ് വെച്ചോ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ സംസാരിച്ചതെല്ലാം എന്റെ ചെറിയ സജഷനുകളാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്ന 51 lakhs സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അതുകൊണ്ട് എന്ത് പങ്കുവെക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. ഐ ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു കമന്റ് ഓൺ ഇറ്റ്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം പബ്ലിക് ആയതുകൊണ്ടും പബ്ലിക്കിലേക്ക് പങ്കുവെക്കുന്ന വീഡിയോ ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ അതിനകത്തൊരു കമന്റോ അല്ലെങ്കിൽ എന്റേതായ ഒരു പേഴ്സണൽ ഒപ്പീനിയോ പങ്കുവെക്കുന്നത്. ഇതൊരു ചെറിയ സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇനിയും സാവകാശവും നിങ്ങളുടെ വീട് അടുക്കിപ്പെറുക്കാൻ ഇനിയും സമയവും വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തതിനു ശേഷം വളരെ കൂളായി കാമായി നീറ്റായി ഒരു ഹോം ടൂർ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യം. അത് നിങ്ങളുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം. അതിനകത്ത് ഒരു 1000-ഓളം കമന്റുകൾ ഉണ്ടെങ്കിൽ ഒരു 700-ഓളം കമന്റുകൾ പറയുന്നത് വീടിന് വൃത്തിയില്ല, നിങ്ങൾക്ക് അത് വൃത്തിയാക്കി ഇട്ടൂടെ, നിങ്ങൾക്ക് വേറെ എന്താണ് ജോലി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് ജോലി, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പേഴ്സണലി ചോദിക്കാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷെ എങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പങ്കുവച്ചതും ഞാൻ സംസാരിച്ചതുമെല്ലാം എന്റെ കാഴ്ചപ്പാടുകളും എന്റെ അഭിപ്രായങ്ങളുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. താങ്ക് യു.